നമസ്കാരം. കോടതി കേസുണ്ടെങ്കിലും ഇനി പോക്കുവരവ് ചെയ്തു കിട്ടും. ലാൻഡഡ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് കേട്ടുവരുന്ന ഒരു പദമാണ് പോക്കുവരവ്. ഒരു ലാൻഡഡ് പ്രോപ്പർട്ടി അതിൻ്റെ കൈവശക്കാരൻ കൈമാറ്റം നടത്തുമ്പോൾ പബ്ലിക് ഡോക്യുമെൻറ്റുകളിൽ വരുത്തുന്ന രണ്ട് മാറ്റങ്ങളാണ് ഒന്ന് രജിസ്ട്രേഷനും മറ്റൊന്ന് പോക്കുവരവും. വസ്തുവിൽ കോടതി കേസുണ്ടെങ്കിലും പോക്കുവരവ് ചെയ്തു നൽകാൻ ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് റവന്യൂ കമ്മീഷണർ ഉത്തരവ് നൽകിയിരിക്കുകയാണ്. ഇന്ന് പരിശോധിക്കുന്നത് റവന്യൂ കമ്മീഷണറുടെ പുതിയ ഉത്തരവ് എപ്രകാരം നമ്മുടെ പ്രോപ്പർട്ടി അവകാശങ്ങളെ സ്വാധീനിക്കുന്നു എന്നാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ ഇതുവരെയുള്ള ബോധ്യങ്ങളെ കീഴ്മേൽ മറിക്കുന്ന ഈ തീരുമാനം അറിയാതെ പോകരുത്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ശരിയെന്നു കരുതിയിരുന്ന പല കാര്യങ്ങളും തെറ്റായിരുന്നു എന്ന് ബോധ്യമാകും. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മേഡ് ഈസി. ആദ്യം റവന്യൂ കമ്മീഷണറുടെ 2025 ഒക്ടോബർ 23 ഉത്തരവിനെ കുറിച്ച് പറയാം. ഇതൊരു സർക്കുലറാണ്. സർക്കുലർ എന്ന് വെച്ചാൽ നിയമമല്ല, നിലവിലുള്ള ഒരു നിയമവ്യവസ്ഥയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്ന അറിയിപ്പ് എന്ന് പറയാം. ഈ സർക്കുലറിൽ പറയുന്നത് കോടതിയിൽ കേസുണ്ട് എന്നതുകൊണ്ട് മാത്രം പോക്കുവരവ് നിഷേധിക്കാൻ പാടില്ല എന്നാണ്. ഇത് വളരെ ശരിയാണ്. സാധാരണക്കാരനായ ഒരാളുടെ ജീവിതത്തെ അത്രയധികം ബാധിക്കുന്ന ഒന്നാണ് അയാളുടെ സ്വത്ത്. എനിക്കൊരു പുരയിടമുണ്ട്. അതിലാരെങ്കിലും അവകാശം ഉന്നയിച്ചുകൊണ്ട് ഒരു സിവിൽ കേസിട്ടാൽ പിന്നെ ആ വസ്തു കൊണ്ട് എനിക്ക് യാതൊരു ഉപയോഗവുമില്ല. കേസ് ഇങ്ങനെ നീണ്ടു പോകും. കേസ് തീരാൻ ചിലപ്പോൾ 20-30 വർഷം വേണ്ടിവരും. തികച്ചും ഗതികേട്, കഷ്ടകാലം, അവസ്ഥ എന്നൊക്കെ പറയുന്നത് നമ്മുടെ വസ്തുവിൽ സിവിൽ കേസ് വരുന്നതാണ്. മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയ ആവശ്യങ്ങളെല്ലാം മുടങ്ങിപ്പോയിന്നിരിക്കും. അതുകൊണ്ട് സിവിൽ കേസ് വന്നു എന്നതുകൊണ്ട് മാത്രം വസ്തുവിൻ്റെ പോക്കുവരവ് ഉദ്യോഗസ്ഥർ തടയേണ്ടതില്ല എന്ന നിലപാടാണ് റവന്യൂ കമ്മീഷണർ എടുത്തിരിക്കുന്നത്. ഇത് തികച്ചും സ്വാഗതാർഹമാണ്. 1996 സവർണി കേസിൽ രാജ്യത്തെ പരമോന്നത നീതിപീഠം കൈക്കൊണ്ട തീരുമാനമാണ് ഇതിന് അടിസ്ഥാനമാക്കി എടുത്തിരിക്കുന്നത്. എന്താണ് സവർണി കേസ്? പഞ്ചാബിലാണ് ഈ കേസ് നടന്നത്. സവർണിയുടെ പിതാവ് മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അത് സക്സഷനിലൂടെ അവകാശമായി കിട്ടിയ ആളുകൾ അത് കൈമാറ്റം ചെയ്യുകയും പോക്കുവരവ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷമാണ് മകളായ സവർണിക്ക് പിതാവിൻ്റെ സ്വത്തിൽ അവകാശമുണ്ടെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയത്. അപ്പോഴേക്കും ആ വസ്തു മറ്റുള്ളവരുടെ പേരിൽ പോക്കുവരവ് ചെയ്തിരുന്നു. ആ കേസിൽ സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞു: വസ്തു പോക്കുവരവ് ചെയ്തു എന്നതുകൊണ്ട് മാത്രം സവർണിയുടെ അവകാശം നഷ്ടമാകുന്നില്ല. അവർക്ക് ആ വസ്തുവിലുള്ള ഉടമസ്ഥത സ്ഥാപിച്ചു നൽകേണ്ടതാണ്. ഒരു വ്യക്തിക്ക് അനുകൂലമായി റവന്യൂ റെക്കോർഡുകളിൽ മാറ്റം വരുത്തുന്നത് അയാളുടെ ആ പ്രോപ്പർട്ടിയിലുള്ള ഉടമസ്ഥത പരിപൂർണമായി സ്ഥാപിക്കുന്നില്ല. അതുപോലെ യഥാർത്ഥ അവകാശിയുടെ അവകാശം ഇല്ലാതാകുന്നുമില്ല. പോക്കുവരവ് ഒരാളുടെ നികുതി കെട്ടാനുള്ള ബാധ്യത മാത്രമേ സ്ഥാപിക്കുന്നുള്ളൂ. പോക്കുവരവ് ചെയ്തു എന്നത് ഉടമസ്ഥതയുടെ ഒരു പ്രതിഫലനമാകാം. നേരെ മറിച്ച് അത് ആ പ്രോപ്പർട്ടിയിലുള്ള അവകാശങ്ങളെ ഇല്ലാതാക്കുകയോ പുതുതായി ജനിപ്പിക്കുകയോ ചെയ്യുന്നില്ല. പോക്കുവരവ് എന്നത് സർക്കാരിന് നികുതി ഈടാക്കിയെടുക്കാനുള്ള ഒരു സംവിധാനം മാത്രമാണ്. ഭൂമി സർവേ ചെയ്യുന്നതും സെറ്റിൽമെൻറ്റ് ചെയ്യുന്നതും BTR എന്ന കണക്ക് തയ്യാറാക്കാൻ വേണ്ടിയാണ്. BTR എന്ന് പറഞ്ഞാൽ അടിസ്ഥാന നികുതി രജിസ്റ്റർ. ആ രജിസ്റ്ററിൽ ഓരോ പാഴ്സൽ ഓഫ് ലാൻഡിൻ്റെയും നികുതി ഫിക്സ് ചെയ്ത് എഴുതിയിരിക്കും. അത് മുഴുവൻ കൂട്ടിയെടുക്കുമ്പോൾ ആ വില്ലേജിലെ മൊത്തം നികുതി എത്രയാണെന്ന് അറിയാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ സർക്കാർ ഭൂമി അളന്നു തിട്ടപ്പെടുത്തുന്നത് നമ്മുടെ ടാക്സ് ലയബിലിറ്റി കണ്ടെത്താൻ വേണ്ടിയാണ്. പോക്കുവരവ് ടാക്സ് ഈടാക്കാനുള്ള ഒരു ക്രമീകരണം മാത്രമാണ്. പ്രോപ്പർട്ടി ലോയിൽ വളരെയധികം ചർച്ചയ്ക്ക് വഴിതെളിച്ച ഒരു വിധിയായിരുന്നു സുപ്രീം കോടതിയുടെ ഈ വിധിന്യായം. ഒരു പ്രോപ്പർട്ടി അതിൻ്റെ ഓണർ ടാക്സ് അടച്ചു വരവേ മരണപ്പെടുകയോ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി അയാളുടെ ജീവിതകാലത്ത് കൈമാറ്റം നടത്തുകയോ ചെയ്താൽ വസ്തു കൈമാറി കിട്ടിയ ആൾ ആ വസ്തുവിലുള്ള നികുതി ബാധ്യത ഒടുക്കാൻ ബാധ്യസ്ഥനാകും എന്ന സിമ്പിൾ ലോജിക്കാണ് ഈ ഉത്തരവിന് പിന്നിൽ. മരണപ്പെടുന്നയാളുടെ സ്ഥാനത്തേക്ക് ലീഗൽ എയേഴ്സിനെ കൊണ്ടുവരണമെന്നാണ് നിയമം പറയുന്നത്. അങ്ങനെ വരുന്ന അവകാശികൾ പരേതൻ്റെ ബാധ്യതകൾ ഏറ്റെടുക്കണം. മരണപ്പെട്ടയാളുടെ ബാധ്യതകളെല്ലാം അവകാശികൾ ഏറ്റെടുക്കണം. ഭൂമിയിലെ നികുതി ബാധ്യതയും അവകാശികളിലേക്ക് പോകുന്നു. ഒരാൾ മരണപ്പെടുകയാണ്. അപ്പോൾ എല്ലാ അവകാശികളുടെയും പേര് ചേർത്ത് കൂട്ടവകാശമായി പോക്കുവരവ് ചെയ്ത് നികുതി ഈടാക്കിയെടുക്കാവുന്നതാണ്. അതിന് അവരുടെ സമ്മതമൊന്നും ആവശ്യമില്ല.
ഏതെങ്കിലും അവകാശികൾക്ക് തർക്കമുണ്ടെങ്കിൽ സിവിൽ കോടതിയെ സമീപിക്കാവുന്നതാണ്. അതൊന്നും പോക്കുവരവ് ചെയ്യുന്നതിന് തടസ്സമാകില്ല. വസ്തു പോക്കുവരവ് ചെയ്തു കൊടുക്കരുത് എന്ന് പറഞ്ഞ് നമ്മൾ നേരിട്ടോ വക്കീൽ മുഖാന്തരമോ ചിലപ്പോഴെങ്കിലും റവന്യൂ ഓഫീസുകളിലേക്ക് ഒരു നോട്ടീസ് അയക്കാറുണ്ട്. അത് സുപ്രീം കോടതിയുടെ സവർണി കേസിലെ തീരുമാനത്തിന് എതിരാണ്. എന്നുവെച്ചാൽ അങ്ങനെയുള്ള ഒരു നോട്ടീസ് ചെറിയൊരു കോട്ടാലക്ഷ്യമാണ്. സുപ്രീം കോടതിയുടെ തീരുമാനത്തിനോടുള്ള അനാദരവ്. പോക്കുവരവ് തടഞ്ഞുകൊണ്ട് സുപ്രീം കോടതി പോലും ഒരിക്കലും ഉത്തരവ് പുറപ്പെടുവിക്കാൻ മുതിരില്ല. കാരണം ടാക്സ് ഈടാക്കാനുള്ള സർക്കാരിൻ്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന് തടസ്സം നിൽക്കാൻ കോടതിക്ക് പരിമിതികളുണ്ട്. കീഴ്ക്കോടതികളൊന്നും നികുതി തടയുന്ന രീതിയിൽ സാധാരണയായി ഉത്തരവുകളൊന്നും പാസാക്കില്ല. വിശേഷിച്ചും സവർണി കേസിലെ ഉത്തരവ് നിലനിൽക്കുന്നിടത്തോളം കാലം. പോക്കുവരവ് തടഞ്ഞുകൊണ്ടുള്ള നോട്ടീസ് കൊണ്ട് വേണ്ടത്ര പ്രയോജനം ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. പോക്കുവരവ് തടഞ്ഞുകൊണ്ട് നോട്ടീസ് നൽകിയാൽ സവർണി കേസിലെ സുപ്രീം കോടതി വിധിന്യായം ഉദ്ധരിച്ചുകൊണ്ട് മറുപടിയായിരിക്കും തിരികെ ലഭിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റവന്യൂ രേഖകളിൽ പോക്കുവരവ് ചെയ്തിട്ടുണ്ട്, നികുതി കെട്ടുന്നുണ്ട് എന്നത് ടൈറ്റിൽ തെളിയിക്കുന്ന പരിപൂർണമായ തെളിവല്ല എന്നാണ്. വസ്തു വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ അത് ലീഗൽ ടെസ്റ്റിന് വിധേയമാക്കി മാത്രം കരാറിൽ ഏർപ്പെടുക. പുതിയ നിയമമനുസരിച്ച് എഗ്രിമെന്റ് രജിസ്റ്റർ ചെയ്യുകയും വേണം. വാങ്ങുന്നവൻ നോക്കി വാങ്ങണം എന്നാണ് നിയമം പറയുന്നത്. ബയർ ബിവെയർ. വസ്തു വാങ്ങുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങളും പരിശോധിക്കണം. ആ വസ്തുവിൻ്റെ ടെന്യൂർ, ജന്മം ഭൂമിയാണോ അതോ സർക്കാരിൽ നിന്നും പട്ടയം കിട്ടിയ ഭൂമിയാണോ? പട്ടയ ഭൂമിയാണെങ്കിൽ അതിൽ കൃഷി മാത്രമേ ചെയ്യാൻ കഴിയൂ. കഴിഞ്ഞ വീഡിയോ കണ്ടില്ലേ? വാണിജ്യ കെട്ടിടങ്ങളൊന്നും പറ്റില്ല. വാങ്ങാൻ പോകുന്ന ഭൂമിയിൽ ഏതെങ്കിലും ഈസ്മെന്റ് അവകാശങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? വഴി നടപ്പ് അവകാശമോ വെള്ളമെടുപ്പ് അവകാശമോ അങ്ങനെ ഏതെങ്കിലും? അതുപോലെ ആ സ്ഥലം ലീസിനോ ലൈസൻസിലോ നൽകിയിരുന്നോ? അതിലെ ബാധ്യതകൾ ഒഴിപ്പിച്ചിട്ടുണ്ടോ? അതുപോലെ വസ്തു പണയം വെച്ചിരുന്നെങ്കിൽ അത് ഒഴിപ്പിച്ചോ? വസ്തു ഉടമയ്ക്ക് ഏതെങ്കിലും ബാധ്യതകളോ കുടിശ്ശികകളോ ഉണ്ടായിരുന്നോ? അത് വസ്തുവിലേക്ക് ചാർജ് ആയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കണം. ഒരാൾ വിവാഹമോചന കേസ് നടത്തുകയാണെങ്കിൽ പൊതുവെ ഭാര്യ അയാളുടെ വസ്തുവകകളിലേക്ക് ഒരു ചാർജ് ക്രിയേറ്റ് ചെയ്യും, ജീവനാംശ തുക ആവശ്യപ്പെട്ടുകൊണ്ടും മറ്റും. നമ്മൾ അത് ശ്രദ്ധിക്കാതെ ആ വസ്തു വാങ്ങുകയാണെങ്കിൽ പിന്നീട് നിയമക്കുരുക്കുകൾ നമുക്കും വരും. ഇങ്ങനെ വസ്തുവിൻ്റെ ഉടമസ്ഥത എങ്ങനെ വേണമെങ്കിലും നഷ്ടപ്പെടുകയോ മാറ്റം വരികയോ ചെയ്യാം. അതുകൊണ്ട് വസ്തുവിന് നികുതി അടയ്ക്കുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രം കണ്ണടച്ച് വിശ്വസിക്കാനാകില്ല എന്നാണ് പുതിയ തീരുമാനം നമ്മെയെല്ലാം ഓർമ്മിപ്പിക്കുന്നത്. വസ്തുവിൽ എന്തൊക്കെ ബാധ്യതകളും തർക്കങ്ങളും അവകാശ തർക്കങ്ങളും ഉണ്ടെങ്കിലും വസ്തുവിന് കൃത്യമായി നികുതി അടച്ച് നൽകും. കാരണം സ്റ്റേറ്റിന് വരേണ്ട നികുതിയാണ് അത്. സർക്കാരിലേക്ക് വരേണ്ട തുകയ്ക്കെല്ലാം ഫസ്റ്റ് ചാർജാണ്. അത് എന്ത് സംഭവിച്ചാലും ഈടാക്കിയെടുക്കുക തന്നെ ചെയ്യും. അതിൽ വിട്ടുവീഴ്ചയില്ല. വസ്തുവിൻ്റെ ഉടമസ്ഥതയിൽ തർക്കം വന്നു എന്നതൊന്നും പ്രസക്തമല്ല. ഉദാഹരണമായി നമ്മൾ ഒരു ചൈനീസ് ടെലിവിഷൻ വാങ്ങുകയാണ്. നല്ല ഗുണനിലവാരമുള്ളതല്ല. എന്നിരുന്നാലും അത് വാങ്ങുമ്പോൾ അതിൻ്റെ വിലയ്ക്കുള്ള GST അടയ്ക്കുന്നില്ലേ? ചിലപ്പോൾ വീട്ടിലെത്തുമ്പോൾ തന്നെ ആ ടെലിവിഷൻ പ്രവർത്തിക്കാതെ വന്നേക്കാം. എന്നാലും GST അടയ്ക്കാതിരിക്കാൻ കഴിയുമോ? അതുപോലെ തന്നെയാണ് പ്രോപ്പർട്ടിയുടെ കാര്യവും. ടാക്സ് ഈടാക്കിയെടുക്കാനുള്ള ഒരു ക്രമീകരണം മാത്രമാണ് പോക്കുവരവും കരം സ്വീകരിക്കലും. അത് ഒരിക്കലും പ്രോപ്പർട്ടിയുടെ പരിപൂർണ ഉടമസ്ഥത തെളിയിക്കുന്നില്ല. അത് ഉടമസ്ഥത കൊണ്ടുവരില്ല. ഇതിവിടെ അടിവരയിട്ട് പറയാൻ കാരണം നിരവധി പേർ ഇങ്ങനെ പ്രോപ്പർട്ടി വാങ്ങി അബദ്ധത്തിൽപ്പെട്ട് പണവും നഷ്ടമായി കേസിലും വഴക്കിലും പെട്ട് ദുരിതം അനുഭവിച്ച് കഴിയുന്നുണ്ട്. അവർ പിന്നീട് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതിയും കൊടുത്ത് നടക്കും. കളക്ടർക്കും മുഖ്യമന്ത്രിക്കും വിജിലൻസിനുമൊക്കെ പരാതി നൽകും. അവിടെ ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കാൻ നിയമം അനുവദിക്കുകയില്ല. കാരണം വേണ്ടത്ര ശ്രദ്ധയില്ലാതെ പ്രോപ്പർട്ടി വാങ്ങിയത് നമ്മൾ തന്നെയാണ്. അപ്പോൾ അലക്ഷ്യമായി പ്രവർത്തിച്ച നമ്മൾ തന്നെയാണ് ശിക്ഷ അനുഭവിക്കേണ്ടത് എന്ന് നിയമം പറയും. നമ്മൾ പ്രോപ്പർട്ടി വാങ്ങുന്നതിന് തീരുമാനമെടുത്തതിന് ഉദ്യോഗസ്ഥർക്ക് പങ്കില്ല. കാരണം അവർ നമ്മുടെ ലീഗൽ അഡ്വൈസർ അല്ല. നമ്മുടെ ലീഗൽ അഡ്വൈസർ എന്ന് പറയുന്നത് നമ്മുടെ അഭിഭാഷകരാണ്. വലിയ തുകകൾ മുടക്കി വസ്തു വാങ്ങുമ്പോഴും മറ്റ് കരാറുകളിൽ ഏർപ്പെടുമ്പോഴും ഒരു വിശ്വസ്തനായ അഭിഭാഷകനിൽ നിന്നും നിയമോപദേശം വാങ്ങി മാത്രം മുന്നോട്ട് പോകുക. ഇല്ലെങ്കിൽ പിന്നീട് നമ്മൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ബാങ്കിൽ നിന്നും ലോൺ എടുക്കുമ്പോൾ ബാങ്ക് ഒരു അഭിഭാഷകനിൽ നിന്നും നിയമോപദേശം വാങ്ങി ഫയലിൽ വയ്ക്കുന്നത് കണ്ടിട്ടില്ലേ? കാരണം നിയമകാര്യങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അഭിഭാഷകരാണ്. അവർക്കാണ് നിയമകാര്യങ്ങളിൽ
ശരിയായ തീരുമാനമെടുക്കാൻ കഴിവുള്ളത്. അവർക്ക് നമ്മളെ നിയമകാര്യങ്ങളിൽ സഹായിക്കാൻ കഴിയും. പോക്കുവരവ് റദ്ദ് നടപടികൾ കൂടി പറയാം. നമ്മൾ പറഞ്ഞ സവർണി കേസിലേതുപോലെ നമുക്ക് അനുകൂലമായി ഒരു കോടതി വിധി കിട്ടുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നിലവിൽ മറ്റുള്ളവരുടെ പേരിൽ ചേർത്തിരിക്കുന്ന പോക്കുവരവ് ക്യാൻസൽ ചെയ്ത് നമ്മുടെ പേരിലേക്ക് ആക്കേണ്ടതുണ്ട്. അതിനായി നമ്മൾ റവന്യൂ ഓഫീസിൽ അപ്പീലായി ഫയൽ ചെയ്യണം. ആവശ്യമായ സ്റ്റാമ്പ് ഒട്ടിച്ചാണ് അപ്പീൽ ഫയൽ ചെയ്യേണ്ടത്. അവർ ഹിയറിംഗ് നടത്തി അപ്പീൽ അനുവദിച്ച് പോക്കുവരവ് ക്രമപ്പെടുത്തി തരും. പോക്കുവരവ് അനുവദിച്ച ഫോറത്തിന്റെ നേരെ മുകളിലുള്ള ഫോറത്തിലാണ് അപ്പീൽ ഫയൽ ചെയ്യേണ്ടത്. കമ്മീഷണർ ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇവയാണ്. 1. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് കോടതിയിൽ കേസുകൾ നിലവിലുള്ള സംഗതിയിൽ കേസ് നിലവിലുണ്ട് എന്ന കാരണത്താൽ മാത്രം പോക്കുവരവ് നിഷേധിക്കുവാൻ പാടില്ല. 2. പോക്കുവരവ് തടഞ്ഞുകൊണ്ട് കോടതി ഉത്തരവുകൾ ഉള്ള കേസുകളിൽ പോക്കുവരവ് അനുവദിക്കേണ്ടതില്ല. 3. വിൽപത്രപ്രകാരം പോക്കുവരവിന് അപേക്ഷ സമർപ്പിക്കുന്ന സംഗതികളിൽ കേസുകൾ നിലവിലുണ്ടെങ്കിൽ പോക്കുവരവ് അനുവദിക്കേണ്ടതില്ല. 4. ഭൂപരിഷ്കരണ നിയമം അനുശാസിക്കുന്ന വിസ്തൃതിയിൽ അധികം ഭൂമി കൈവശമുണ്ടെന്ന് ബോധ്യപ്പെടുന്ന സംഗതികളിൽ പോക്കുവരവ് അനുവദിക്കുന്നതിനോടൊപ്പം സുവോ മോട്ടോ കേസ് ബുക്ക് ചെയ്യേണ്ടതാണ്. 5. ഭൂമിയുടെ പോക്കുവരവ് ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി റൂൾസ് 1966 വ്യവസ്ഥകൾക്ക് അനുസൃതമായിരിക്കണം. 6. ചട്ടപ്രകാരമല്ലാതെ പോക്കുവരവ് അനുവദിക്കുവാനോ നിഷേധിക്കുവാനോ പാടില്ലാത്തതാണ്. സംശയങ്ങൾ കമന്റായി കമന്റ് ബോക്സിൽ ചോദിക്കാം. സ്വകാര്യതയുള്ള സംശയങ്ങൾ ഈ നമ്പറിൽ ചോദിക്കാം. ഇത് വളരെ കുറച്ചു പേർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. താങ്ക് യു. ദിസ് ഇസ് ലീഗൽ പ്രിസം ലോ മേഡീസ്.